ഇന്ന് നിള 24 ലൈവിൽ നമ്മളോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും മുൻ MLA-യുമായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരമാണ്. അപ്പോൾ ഓടി നടന്ന് ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓടി നടന്ന് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടു. ഒരുപാട് പേർ വിദേശത്ത് നിന്നും നജീബ്ക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പോസ്റ്ററൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? അല്ല, ഞാൻ 5 വർഷക്കാലം പെരിന്തൽമണ്ണയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടൊരു തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം ഇല്ല. 5 കൊല്ലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു തുടർ നടത്തം അത്രേ ഞാൻ ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാണുന്നുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുകയോ എന്നെ പരിചയപ്പെടുത്തുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ജനങ്ങളുടെ കൂടെ ജീവിച്ച് അവരുടെ ജീവിതത്തോടൊപ്പം നടന്ന ഒരാളാണ്. അവരുടെ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ സ്നേഹവും ആ ഒരു വലിയ വൈകാരികമായ ബന്ധവും ഓരോ വീട്ടുകാരും എന്നോട് കാണിക്കുന്നുണ്ട്. ഞാനൊരു വീട്ടുകാരനായിട്ടാണ് ഈ നാട് എന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പെരിന്തൽമണ്ണയുടെ ഉള്ളിലെ ഓരോ ഹൃദയതാളവും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരുപാട് യുവാക്കൾ താങ്കളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിൽ IAS അക്കാഡമി പോലുള്ളൊരു സംരംഭം കൊണ്ടുവരിക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു MLA ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ഒരു യൂത്തിൻ്റെ ഒരു പൾസ് നിങ്ങളോടുള്ള? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ 25 കൊല്ലം കഴിഞ്ഞ് ഈ പെരിന്തൽമണ്ണ എങ്ങനെയാകണം എന്ന വിഷൻ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഠിനാധ്വാനം മുഴുവനും യൂത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതം, അവരുടെ ഭാവി, അവരുടെ പ്രതീക്ഷകൾ, ഇപ്പം നമ്മൾ തന്നെ അടുത്ത വർഷത്തെ നമ്മളെ ഏറ്റവും വലിയ പ്രഖ്യാപനം പെരിന്തൽമണ്ണയിൽ IT പാർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണോ IAS അക്കാഡമി ഉണ്ടാക്കിയത്, അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് IT പാർക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒരു തുടർച്ചയായി നമ്മൾ കൊണ്ടുപോകുന്ന സംരംഭങ്ങളാണ്. അപ്പം കേവലം ഒരു MLA എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഒരു MLA എന്ന ആളെക്കുറിച്ച് നമ്മളുണ്ടാവുന്ന ധാരണകളെ തെറ്റിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ എടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് കേവലം റോഡും പാലവും മാത്രമല്ല എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന, യുവാക്കളുടെ സ്വപ്നങ്ങളെ നമുക്ക് ആസ്പിറേഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വെറുതെ കിനാവ് കാണല്ല, റിയലിസ്റ്റിക്കായി നടപ്പാക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് അവരുമായിട്ട് നല്ല റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഓരോ കാര്യവും കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്യാനും അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ജെൻസി വോട്ടിലെ നല്ലൊരു ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ളൊരു മെജോറിറ്റി എനിക്കുണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദീർഘവീക്ഷണത്തിൻ്റെ കാര്യം ഞാനും ഒന്ന് എടുത്തു പറയണം. ഞാൻ പല നേതാക്കളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളെ ജനപ്രതിനിധികളുടെ അടുത്തും ഒക്കെ പോയ സമയത്ത് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്രിയ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് വെച്ചപ്പോൾ ഒരിക്കലും ഇതെന്ത് പരിപാടിയാണ്, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ എന്നൊരു ധാരണയായിരുന്നു. പക്ഷെ നിങ്ങൾ ദീർഘവീക്ഷണത്തിലാണ് അത് കൊണ്ടുവരുന്നത്. ഇപ്പോഴാണ് അതിൻ്റെത് എല്ലാവരിലേക്കും എത്തിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു IAS അക്കാഡമിയിൽ ഇപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു എൻട്രൻസ് വഴിയൊക്കെയാണല്ലോ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതുതായിട്ട് അവർക്കൊരു മുൻഗണന, ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയും? സത്യത്തിൽ അവർക്ക് പ്രയോറിറ്റി നമ്മൾ 10% സീറ്റ് പെരിന്തൽമണ്ണക്കാർക്ക് വെച്ചു. രസകരമായ കാര്യം എന്താ അറിയോ, ഈ സീറ്റൊന്നും വെക്കേണ്ടതില്ലാത്ത വിധം പെരിന്തൽമണ്ണയിൽ 10ഉം 15ഉം കുട്ടികൾ ഒരു ബാച്ചിൽ നോർമലി കയറാൻ തുടങ്ങി. നമ്മൾ ഒരു സംവരണം ആവശ്യം, അതാണ് നമ്മളെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു IAS അക്കാഡമി വന്നപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ആസ്പിറേഷൻ ലെവൽ മാറി. അവർ IASനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി, അവർ എക്സാം എഴുതാൻ തുടങ്ങി, അവർ നല്ല കാലിബറുള്ള കുട്ടികളായതുകൊണ്ട് ക്രാക്ക് ചെയ്ത് കയറാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണയിൽ നിന്ന് 4 പേര് ഇപ്പോൾ പ്ലേസ്ഡായി. പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള ഉടമലയിലെ ഷാക്കിർ എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ട്, ഗസറ്റഡ് ഓഫീസറായിട്ട് ചാർജ് എടുത്തു. 2 കുട്ടികൾ, പുലാമന്തോളിലുള്ളൊരു കുട്ടിയും ഏലംകുളത്തുള്ള ഒരു കുട്ടിയും പഞ്ചായത്ത് സെക്രട്ടറി പട്ടികയിൽ വന്നു. അതുപോലെ SI ലിസ്റ്റിൽ 2 പേര് വന്നു. ഞാൻ പറയുന്നത് ഇതിനോടനുബന്ധമായിട്ട് സ്വാഭാവികമായിട്ടും
പെരിന്തൽമണ്ണക്കാരുടെ ആസ്പിറേഷൻ ഇപ്പോൾ IAS ആയി. ഇവിടെ ഇപ്പോൾ സിവിൽ സർവീസ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു നാട്ടിലൊരു സ്ഥാപനം വരുമ്പോഴുള്ള പ്രത്യേകത ആ കുട്ടികൾക്കിടയിൽ അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു അക്കാഡമിക് ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലെ വലിയൊരു മെജോറിറ്റിയുടെയും ആഗ്രഹങ്ങളിലൊന്ന് സിവിൽ സർവീസാക്കി മാറ്റാൻ നമുക്ക് പെരിന്തൽമണ്ണയിൽ സാധിച്ചു. ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിവാദ പരാമർശങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും എടുത്തിട്ടുള്ളൊരു MLA കൂടെയാണ് താങ്കൾ. അപ്പോൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ MLA ആണ്, അതുപോലെ തന്നെ പ്രോഗ്രാംസിന് പോകുന്നൊരു MLA ആണ്. പിന്നെ നമ്മുടെ പ്രസ് ക്ലബ്ബ് വെച്ച പോർനിലയം പരിപാടിയിലാണെങ്കിലും പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 5 വർഷം മറ്റു മണ്ഡലങ്ങളിൽ കണക്കുകൾ വെച്ചിട്ട് ഇത്ര കോടിയിലെ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് പല MLA-മാരും എന്ന് പറയുമ്പോൾ ഈ പെരിന്തൽമണ്ണ MLA-യിൽ നമ്മൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വികസനം മുരടിച്ചയാണ് എന്ന് CPM-ൻ്റെ ഒരു നേതാവ് അവകാശവാദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പരിഹാസങ്ങളെയും അതുപോലെ അധിക്ഷേപങ്ങളെയും വിട്ടേക്ക്, ഞാനത് പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. അത് ഞാൻ ഓരോരുത്തരുടെയും നിലവാരത്തിനനുസരിച്ച് ആളുകൾ സംസാരിക്കുന്ന രീതിയാണ്. എനിക്ക് എൻ്റേതായ ഒരു കൾച്ചറുണ്ട്, ഞാൻ ആ സംസ്കാരത്തിലേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, പെരിന്തൽമണ്ണയിലെ വികസനം മങ്കട പോയിട്ടോ അല്ലെങ്കിൽ മഞ്ചേരി പോയിട്ടോ നോക്കിയാൽ കാണൂലല്ലോ. അത് പെരിന്തൽമണ്ണയിൽ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി. പെരിന്തൽമണ്ണയിൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 10 കോടി രൂപയുടെ വികസനമായിട്ട് റിയലിസ്റ്റിക്കായിട്ട് നടപ്പാക്കി ഉദ്ഘാടനം ചെയ്തു. അതൊരു ഗീബൽസിയൻ തന്ത്രമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് അവർ ധരിക്കുന്നത്. പക്ഷെ മനുഷ്യന്മാർ പോണ റോഡല്ലേ അവർ കാണുന്നില്ലേ? അപ്പോൾ മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾ ഓരോ പഞ്ചായത്തിലൂടെ യാത്ര ചെയ്യും, നിങ്ങൾക്ക് കാണാം ഞാൻ കൊണ്ടുവന്ന വികസനം. പിന്നെ ഞാൻ അതിൻ്റെ ക്ലെയിമല്ല ഞാൻ എടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് PWD ചെയ്യേണ്ട പണി മാത്രമാണ്. അതല്ലൊരു MLA-ൻ്റെ പണി. MLA-ൻ്റെ പണി അത് മാത്രമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ 10,000 വനിതകൾക്ക് ജോലി കൊടുക്കാൻ പോവാണ് പെരിന്തൽമണ്ണ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 സ്ത്രീകൾക്ക് ഇവിടെ ജോലി കൊടുക്കും. അത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ IT പാർക്ക് കൊണ്ടുവരും. അതുപോലെ നമ്മൾ ഗോൾഡൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഇതിനേക്കാളും വലിയ ടാസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശുഭപ്രതീക്ഷയിലാണ്, ഓട്ടത്തിലാണ് എന്നറിയാം. റിസൾട്ട് വരുമ്പോൾ ഒന്നാമതടിക്കോ? ഒന്നാമതല്ലാതെ പിന്നെ എവിടെ? നീ ആരാ കാത്തുക്കുന്നു? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലൊന്നുമില്ലല്ലോ. വേണ്ടതിലധികം ഇതിലുണ്ട്. കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ സമ്മർ കൂൾ ഫിയസ്റ്റ നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയിലൂടെ നേടൂ കൈനിറയ സമ്മാനങ്ങൾ. കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ സമ്മർ കൂൾ ഫിയസ്റ്റ. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പള്ളി, പട്ടാമ്പി, ഷൊർണൂർ.